എൻ്റെ പേര് അതെ സജികുമാർ എന്നാണ്. ഹല്ലേലൂയ. കൊല്ലം ജില്ലയുടെ അഞ്ചൽ എന്ന് പറയുന്ന പ്രദേശത്ത് ഒരു ഗ്രാമത്തിൽ ഹല്ലേലൂയ ഹൈന്ദവ മാതാപിതാക്കളുടെ അതെ മൂത്ത മകനായി ജനിക്കുവാൻ ഇടയായി തീർന്നു എന്ന്. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ. എൻ്റെ അപ്പൻ എന്ന് പറയുന്ന ഒരു സ്വാമിയായിരുന്നു. ഹല്ലേലൂയ. സ്വന്തമായിട്ട് വിഗ്രഹങ്ങളെയും അതേ രൂപങ്ങളൊക്കെ ഉണ്ടാക്കി അത് പൂജിച്ച് മുന്നോട്ട് പോയ ഒരു വ്യക്തിത്വമായിരുന്നു എൻ്റെ അച്ഛൻ എന്ന് പറയുന്നത്. അതേ സ്തോത്രം. വളരെ ഹൈന്ദവ അതേ ഭക്തനായിരുന്നു. 35 വർഷം ശബരിമല അതേ ഹല്ലേലൂയ പടികൾ ചവിട്ടിയ ഒരു വ്യക്തിത്വമായിരുന്നു. ഹല്ലേലൂയ. എൻ്റെ അമ്മ എന്ന് പറയുന്നത് ഹല്ലേലൂയ ഹാർട്ട് പേഷ്യൻ്റ് ആണ്. ഒരിക്കലും കല്യാണം കഴിക്കരുതെന്ന് ഹല്ലേലൂയ അതേ സ്തോത്രം ഡോക്ടർമാർ എഴുതിയ ഒരു വ്യക്തിത്വമാണ്. ഹല്ലേലൂയ. അങ്ങനെ എൻ്റെ മാതാപിതാക്കളുടെ മൂത്ത മകനായി ഹല്ലേലൂയ ജനിക്കുവാനായി തീർന്നു. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, എന്നാൽ ഞങ്ങളുടെ ജീവിതം ഞങ്ങളെ 4 കുഞ്ഞുങ്ങളാണ്. സ്തോത്രം. ഞാൻ ജനിച്ച വീണ മുതൽ ഹല്ലേലൂയ അതേ സ്തോത്രം ഞാൻ കാണുന്നത് ഹല്ലേലൂയ എൻ്റെ അപ്പന് അമ്മ എപ്പോഴും വടക്കിടുന്ന ഒരു അനുഭവമായിരുന്നു. അപ്പനും അമ്മയും എന്നും തല്ലുകൂടുന്ന അനുഭവമായ കണ്ടാണ് ഞാൻ വളർന്നത്. ഹല്ലേലൂയ. സന്തോഷമോ അതേ സമാധാനമോ എന്തെന്ന് അതേ തിരിച്ചറിയുവാൻ കഴിയാതെ അത് വളർത്തപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു ഞാൻ. സ്തോത്രം. അങ്ങനെ ഹല്ലേലൂയ സ്തോത്രം. നേരത്തെ പറഞ്ഞതല്ലോ എൻ്റെ അമ്മ ഒരു ഹാർട്ട് പേഷ്യൻ്റ് ആണ്. ഒരിക്കലും കല്യാണം കഴിക്കുന്ന വലിയ സ്ഥാനത്ത് അമ്മയുടെ ഉദരത്തിൽ നിന്നും അതേ സ്തോത്രം പുറത്തു വരുവാൻ എനിക്കിടയായി തീർന്നു. ഹല്ലേലൂയ. അതേ വിശുദ്ധ ബൈബിൾ ഇങ്ങനെ പറയുന്നു. അതേ ഹല്ലേലൂയ നിന്റെ അമ്മയുടെ ഉദരത്തിൽ പിണ്ടാകാരമാകുന്നതിന് മുമ്പേ ഞാൻ നിന്നെ കണ്ടിരുന്നു. ഹല്ലേലൂയ. ഒരു പക്ഷേ ഞാൻ ഡോക്ടർമാർ നീ അതേ കുഞ്ഞ് മരിച്ചു പോകുമെന്ന് വലിയ സ്ഥാനത്ത് പ്രിയമുള്ളവരെ ഞാൻ ഈ ഭൂമിയിൽ പിറക്കുവാനിടയിൽ തീർന്നു. എന്തുകൊണ്ടാണ്? ദൈവത്തിന്റെ മുൻനിർണയം എന്റെ ജീവിതത്തിൽ അതേ കർത്താവ് ജനിക്കുന്നതിന് മുൻപേ അത് വെളിപ്പെടുത്തിയത് കൊണ്ടാണ്. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ ജനിച്ചു വളർന്നു. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ ഹല്ലേലൂയ ഞാൻ എൻ്റെ പ്രാഥമിക വിദ്യാഭ്യാസം കഴിഞ്ഞ് ഹല്ലേലൂയ ഞങ്ങൾ സാമ്പത്തികമായി അല്പം ഹല്ലേലൂയ താഴ്ന്ന നില ജീവിച്ച അതേ കുടുംബമായിരുന്നു. ഹല്ലേലൂയ ഞാനിപ്പോൾ അങ്ങനെ ചിന്തിച്ചു അതേ ലോകത്ത് ജീവിക്കണമെങ്കിൽ പണം വേണം. ഹല്ലേലൂയ. അങ്ങനെ ഹല്ലേലൂയ പണം ഉണ്ടാക്കാനുള്ള വ്യഗ്രതയിൽ ഞാൻ ഹല്ലേലൂയ പല ബിസിനസ്സുകൾ അതേ ചെയ്യുവാനിടയായി തീർന്നു. ദൈവത്തിന് സ്തോത്രം. ഏകദേശം 1991-92 കാലയളവാണ്. അങ്ങനെ ഹല്ലേലൂയ ഞാൻ ആ സമയത്ത് പല ബിസിനസ്സുകൾ ചെയ്തു. ഞാൻ ചെറിയ പലിശക്കെടുത്ത് വലിയ പലിശയ്ക്ക് കൊടുക്കുന്ന ബിസിനസ്സുകൾ ചെയ്യാനായി തീർന്നു. ചിട്ടി ചെയ്യാനായി തീർന്നു. അങ്ങനെ പല ബിസിനസ്സുകൾ. അത് മാത്രമല്ല തമിഴ്നാടിൻ്റെ പല പ്രദേശത്ത് ഹല്ലേലൂയ ട്രെയിൻ വഴി സാധനങ്ങൾ കടത്തിക്കൊണ്ടുവന്ന് ഇവിടെ കൊടുക്കുന്നവർ അങ്ങനെ പല ബിസിനസ്സുകൾ ചെയ്തു. എന്നാൽ പ്രിയമുള്ളവരെ അതെല്ലാം അവസാനം തകർച്ചയിൽ കൂടി പോകുന്ന അനുഭവമായിരുന്നു എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നത്. ഞാൻ ആ സമയത്തൊക്കെ പണം വെച്ച് ചീട്ട് കളിക്കുന്ന വ്യക്തിത്വമായിരുന്നു. മദ്യപിക്കുമ്പോൾ ഒരിക്കലൊന്നും ചെയ്തില്ല, എന്നാൽ പണം വെച്ച് ചീട്ട് കളിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. അങ്ങനെ ഹല്ലേലൂയ എൻ്റെ ജീവിതത്തിൽ സമാധാനമോ സന്തോഷമോ എന്നും അനുഭവിക്കുവാൻ കഴിയാതെ അങ്ങനെ മുന്നോട്ട് പോയ വ്യക്തിത്വമായിരുന്നു. അങ്ങനെ ഞാൻ ഹല്ലേലൂയ അങ്ങനെ ആ സമയത്തിൽ ഒത്തിരി കടം എൻ്റെ ജീവിതത്തിൽ കടന്നു വരേണ്ടി തീർന്നു. അങ്ങനെ ഈ കടം വീട്ടുവാൻ വേണ്ടി ഹല്ലേലൂയ എൻ്റെ കുടുംബം പോലും ആ സമയത്ത് ആത്മഹത്യ ചെയ്യുവാനും വേണ്ടി ഒരുങ്ങിയ ഭവനമാണ്. ഹല്ലേലൂയ. അങ്ങനെ ഞാനിങ്ങനെ സ്തോത്രം നാട്ടിൽ നിന്ന് വീട്ടിൽ നിന്നെല്ലാം വിട്ട് ഇങ്ങനെ പുറപ്പെട്ട് പോയപ്പോൾ അല്ലെങ്കിൽ ഞാൻ അലഞ്ഞു തിരിഞ്ഞ് മുന്നോട്ട് പോയി. ഹല്ലേലൂയ. വിശുദ്ധ ബൈബിളിൽ നമുക്ക് കാണുവാൻ കഴിയും. ഹാഗറിനെ പോലെ കരഞ്ഞടന്ന ഒരു വ്യക്തിയായിരുന്നു ഞാൻ. യാക്കോബിനെ പോലെ അലഞ്ഞിറന്ന ഒരു വ്യക്തിത്വത്തിന് ഉടമയായിരുന്നു ഞാൻ. അങ്ങനെ ഞാൻ മുന്നോട്ട് ഇങ്ങനെ പോയ സമയത്ത് ഹല്ലേലൂയ ഒരു ബന്ധക്കോസ് ഭവനത്തിൽ ചെല്ലുവാനായി തീർന്നു. ഞങ്ങളുടെ ഗ്രാമത്തിൽ ബന്ധക്കോസുകാർ ഇല്ലെന്ന് തന്നെ പറയാം. വേറൊരു സ്ഥലത്താണ്. ഞങ്ങളുടെ ഗ്രാമത്തിൽ തന്നെ എനിക്ക് തന്നെ അറിയത്തില്ല ആരും ബന്ധക്കോസ് ഇല്ല, ക്രിസ്ത്യാനികൾ തന്നെ കുറവാണ്. സ്തോത്രം. ഹല്ലേലൂയ. അങ്ങനെ ഭവനത്തിൽ ചെല്ലുമ്പോൾ ആ ഭവനത്തിൽ എനിക്ക് നേരത്തെ പരിചയമുള്ള ഭവനമാണ്. അങ്ങനെ ആ ഭവനത്തിൽ ചെല്ലുമ്പോൾ ആ ഭവനത്തിൻ്റെ ഭിത്തിയിൽ ഇങ്ങനെ ഒരു ദൈവോധനം കാണുവാനിടയിൽ തീർന്നു. ഹല്ലേലൂയ. അതിങ്ങനെയാണ്: നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. നീ ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാണ്. ഞാൻ നിന്നെ സഹായിക്കും, ഞാൻ നിന്നെ ശക്തീകരിക്കും. എൻ്റെ നീതിയുള്ള വലം കൈകൊണ്ട് നിന്നെ ഞാൻ താങ്ങി നടത്തും. നോക്കണമേ. ഹല്ലേലൂയ. ആ സമയത്ത് ഞാൻ ഇങ്ങനെ ചിന്തിച്ചു. ഞാൻ ഹൈന്ദവ ദൈവങ്ങളെ ആരാധിച്ച് മുന്നോട്ടുന്ന വ്യക്തിയായിരുന്നു. അപ്പോൾ ഞാൻ ഇങ്ങനെ ചിന്തിച്ചു, ഇങ്ങനെ ഒരു ദൈവമുണ്ടെങ്കിൽ ദൈവമേ എൻ്റെ അവസ്ഥയ്ക്കൊരു ഭേദം തരണമേ. ആരും സഹായിക്കാൻ കഴിയാതെ സമസ്ത മേഖലകളിലും തകർന്ന് തരിപ്പണമായി ആത്മഹത്യ മാത്രം മുന്നിൽ കണ്ട് മുന്നോട്ട് പോകുന്ന ഈ അനുഭവത്തിൽ നിന്നും സ്വത്രം കുടുംബക്കാർ ബന്ധുക്കൾ ആരും ഹല്ലേലൂയ സഹായിക്കുവാൻ കഴിയാതെ ഇരിക്കുന്ന ഈ അവസ്ഥയിൽ ഞാൻ ഇങ്ങനെ ചിന്തിച്ചു, ദൈവമേ ഇങ്ങനൊരു ദൈവമുണ്ടെങ്കിൽ ഈ അവസ്ഥയ്ക്ക് ഭേദം വരുത്തണമേ എന്ന് ഞാൻ ആ സമയത്ത് ഹൃദയം കൊണ്ട് ചിന്തിച്ചു പോയി. ഹല്ലേലൂയ. ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നു ആ വചനത്തിലൂടെ വെളിപ്പെട്ടത് കർത്താവായ യേശു ക്രിസ്തുവാണ്. സ്തോത്രം. എൻ്റെ കർത്താവ് എൻ്റെ യേശു എന്നെ മുന്നേ കണ്ടതുകൊണ്ട് ഹല്ലേലൂയ ഇന്ന് ജീവിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. 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 നമുക്ക് പണമുണ്ടാക്കുവാൻ പല സ്തോത്രം മോശമായ വഴി കൂടി ഞാൻ നടന്ന വ്യക്തിയായിരുന്നു. എന്നാൽ ഇറക്കുമ്പോൾ
ഞാൻ ഇവിടെയാ ഒരു നിമിഷം ചിന്തിക്കുമ്പോൾ ഹല്ലേലൂയ, യേശു ജീവിക്കുന്നത് കൊണ്ടാണ് ജീവിക്കുന്നത്. ഹല്ലേലൂയ. അങ്ങനെ നാടും വീണ്ടും വിട്ട് ഞാൻ അലഞ്ഞ് മുന്നോട്ട് പോയപ്പോൾ ഒരു SNDP ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന ഒരു സഹോദരൻ, അദ്ദേഹം പുള്ളി ക്രിസ്ത്യൻ ബാക്ക്ഗ്രൗണ്ടിലേക്ക് വന്നതാണ്, കത്തോലിക്ക വിശ്വാസിയായിരുന്ന വ്യക്തിയായിരുന്നു. അപ്പോൾ ആ സഹോദരൻ ഹല്ലേലൂയ എന്നെ ഇങ്ങനെ പലപ്പോഴും എന്നെ ഇങ്ങനെ വിളിക്കും. ആ സഹോദരൻ ഞങ്ങളുടെ സുഹൃത്തുക്കളാണ്, ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ആ സഹോദരൻ്റെ എന്നെ വിളിച്ച് ഞാൻ ബൈബിളൊക്കെ പറഞ്ഞു തരും. ബൈബിളൊന്നും എനിക്കറിയത്തില്ല, ദൈവത്തിന് സ്തോത്രം. അങ്ങനെ അപ്പോൾ ഞാൻ അത് ഈ സമയങ്ങളിലായിരുന്നു ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ആ സഹോദരൻ ഇങ്ങനെ പറയും, സഹോദര പണം പലിശ കൊടുക്കുന്നത് പാവമാണ് എന്നൊക്കെ. യേശുവിനെ കുറിച്ചൊന്നും അറിയത്തില്ല, ബൈബിൾ ഇങ്ങനെ പറഞ്ഞു തരും. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. അങ്ങനെ അപ്പോൾ ഞാൻ ചിന്തിച്ചു, അതെ ഞാൻ എന്തോ എൻ്റെ ഈ നേരത്തെ ചെറുപ്രായത്തിൽ തന്നെ ഞങ്ങളുടെ അടുത്തൊരു മർത്തോമ കുടുംബമുണ്ട്, ദൈവത്തിന് സ്തോത്രം. ആ കുടുംബം എന്നെ ദൈവത്തിന് സ്തോത്രം സൺഡേ സ്കൂളിന് വേണ്ടി കൊണ്ടാക്കും, ദൈവത്തിന് സ്തോത്രം. അങ്ങനെ ചർച്ചിൽ മർത്തോമ പള്ളിയിലേക്ക് അത് കൊണ്ടാക്കുവാനായി തീരും. അങ്ങനെ ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ആ യേശുവിൻ്റെ ഫോട്ടോ കാണുമ്പോഴത്തേന് എനിക്ക് യേശുവിനെ കൂടുതൽ ഇഷ്ടമാണ്. ഹല്ലേലൂയ. അതുകൊണ്ടായിരിക്കാം ആ സഹോദരൻ ഇങ്ങനെ പറഞ്ഞപ്പോൾ, അതെ പണം പലിശ കൊടുക്കുന്ന പാവമാണെന്ന് പറഞ്ഞപ്പോൾ എനിക്കത് ഹൃദയത്തിന് എന്തോ ഒരു കുത്തുകൊള്ളുവാനായി തീർന്നു. അങ്ങനെ ഞാൻ എനിക്ക് കൂടുതൽ കടമുണ്ടായതുകൊണ്ടാണ് ഞാൻ പണം വലിയ പലിശയ്ക്ക് വേണ്ടി ചെറിയ പലിശയ്ക്ക് പണം കൊടുക്കുന്ന അനുഭവമായിരുന്നല്ലോ, അതുകൊണ്ടാണ് എനിക്ക് കൂടുതൽ കടം വരുവാനായി തീർന്നത്. ഹല്ലേലൂയ. അങ്ങനെ ആ സഹോദരൻ ഇങ്ങനെ ഹല്ലേലൂയ എന്നെ ഇങ്ങനെ ബൈബിളൊക്കെ വായിച്ചു തന്ന് ഹല്ലേലൂയ എന്നെ ഒന്ന് ഉത്തേജിപ്പിക്കാറുണ്ടായി തീർന്നു. എന്നാൽ അവിടെ നിന്നൊക്കെ ഞാൻ വിട്ട് ഇങ്ങനെ മുന്നോട്ട് പോയപ്പോൾ ഇങ്ങനെ കാലങ്ങൾ ഇങ്ങനെ മാസങ്ങൾ കഴിഞ്ഞ് മുന്നോട്ട് പോയപ്പോൾ ആ സഹോദരൻ അവസാനം എന്നെ പോട്ട ആശ്രമത്തിൽ ഒരാഴ്ച ദാനത്തിന് വേണ്ടി കൊണ്ടു ചെല്ലുവാനിടയിൽ തീർന്നു. ദൈവത്തിന് സ്തോത്രം. അവിടെ ഒരാഴ്ച ദാനം കൂടുവാനിടയിൽ തീർന്നു. ഹല്ലേലൂയ. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും ഒരു ടേണിംഗ് പോയിന്റ് ആണെന്ന് തന്നെ പറയാം. അവിടെ യേശു ക്രിസ്തുവിനെ കുറിച്ച് അത് പ്രസംഗിക്കുന്നു. യേശു ക്രിസ്തുവിനെ കുറിച്ച് മറ്റുള്ള ആരാധനകളൊക്കെ ഉണ്ട്, എന്നാൽ യേശുവിനെ കുറിച്ച് അവിടെ വ്യക്തമായി അവിടെ പറയുന്നു. യേശുവിൻ്റെ യേശുവിൻ്റെ ആ സിനിമകളൊക്കെ അവിടെ കാണിക്കുന്നുണ്ട്. അതൊക്കെ കാണുമ്പോഴത്തേക്ക് എൻ്റെ ഹൃദയത്തിൽ എന്തോ യേശുവിനെ കുറിച്ചുള്ള വളരെ സ്നേഹത്തോട് ആണോ എനിക്കറിയത്തില്ല, ഒരാഴ്ച മുഴുവനും ഞാൻ കരയുമായിരുന്നു. ഞാൻ എൻ്റെ ചെയ്ത പാപങ്ങൾ മാത്രമല്ല ഈ തകർച്ചയൊക്കെ ഓർത്ത് ഞാൻ കരയുന്ന അനുഭവമായിരുന്നു. അങ്ങനെ അവിടെ എന്തോ ഒരു സമാധാനം ജീവിതത്തിനുള്ളിലായിത്തീരുന്നത്. അങ്ങനെ ഞാൻ പറഞ്ഞ നേരത്തെ ഈ ഹിന്ദു ദൈവങ്ങളെ ദൈവമായിട്ട് കണ്ട സ്ഥാനത്ത് അവിടെ ചെന്നപ്പോൾ യേശുവിനെ എൻ്റെ ദൈവമായിട്ട് കാണുവാനായി തീർന്നു. നോക്കണമേ, യേശുവിനെ കർത്താവിന് ഇഷ്ടമല്ല, ദൈവമായിട്ട് കാണുവാനായി തീർന്നു. അങ്ങനെ ഞാൻ യേശുവിനെ ദൈവമായിട്ട് കണ്ടു. അവിടെ എനിക്ക് സമാധാനമൊക്കെ അല്പം ഉണ്ടായി. അങ്ങനെ ഞാൻ അവിടെ നിന്ന് വിട്ട് എൻ്റെ കയ്യിൽ ഒരു ബൈബിൾ ഉണ്ടായിരുന്നു. ആ സമയത്തൊക്കെ ഒരു കുരിശൊക്കെ ഞാൻ മേടിച്ച് വന്ന അനുഭവമായിരുന്നു. അങ്ങനെ അതിനുശേഷം ഞാൻ വീണ്ടും മറിഞ്ഞറിഞ്ഞ് വന്നപ്പോൾ 1996 കാലയളവിലാണ്. അപ്പോൾ എന്നെ ഞാൻ അറിഞ്ഞപ്പോൾ വീട്ടിൽ എന്നെ വിളിക്കുവാനായി തീർന്നു. അങ്ങനെ അവർ ഇങ്ങനെ പറഞ്ഞു, നമ്മുടെ കടമൊക്കെ ഒത്തിരി ഉണ്ടല്ലോ, ആ കടമൊക്കെ അല്പം വീട്ടുവാൻ വേണ്ടി നീ ഒരു കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ ഞങ്ങളുടെ കുറച്ച് പറമ്പുണ്ട്, അതെ ഭാര്യയ്ക്ക് ആ പെണ്ണിൻ്റെ പേരിൽ എഴുതി കൊടുക്കുകയാണെങ്കിൽ അവർ കല്യാണത്തിന് സമയത്ത് കുറച്ച് പൈസ തരും, അതുകൊണ്ട് കടം കിട്ടാമെന്ന് പറയാൻ വേണ്ടി തരുന്നു. അങ്ങനെ ആ സമയത്ത് 1997 എൻ്റെ കല്യാണം കഴിഞ്ഞു. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ പറയട്ടെ, ഒരുപക്ഷെ ആ കല്യാണം കഴിഞ്ഞ് എൻ്റെ ജീവിതത്തിലെ ജീവിതങ്ങളെ കടന്നു വന്നുകൊണ്ടാണ് പക്ഷേ ഞാൻ യേശുവിനെ കൂടുതൽ അറിയുവാനും രക്ഷിക്കപ്പെടുന്നതിന് ഞാൻ ഈ അവസരത്തെ ഓർമ്മിക്കുകയാണ്. ഹല്ലേലൂയ. അങ്ങനെ ഞാൻ കല്യാണം കഴിഞ്ഞു. അങ്ങനെ ഒരു കുഞ്ഞുണ്ടായ ദിവസത്തിന് ശേഷം 6 മാസം കഴിഞ്ഞ് എൻ്റെ വൈഫിൻ്റെ ബന്ധുക്കൾ മസ്കത്ത് പ്രദേശത്താണ്. അങ്ങനെ അവിടെ ഞാൻ ജോലിക്ക് പോയിട്ട് തീർന്നു. ഹല്ലേലൂയ. 1.5 വർഷം അവിടെ ജോലി ചെയ്തു. അതിനിടയ്ക്ക് ഒരു ബൈബിൾ ഞാൻ ഉണ്ടായിരുന്നു, ഞാൻ പറഞ്ഞല്ലോ. അങ്ങനെ ബൈബിൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, യേശുവിനെ ദൈവമായിട്ട് കണ്ട ഒരു വ്യക്തിയായിരുന്നു. അങ്ങനെ ഞാൻ ബൈബിൾ അവിടെ ചെന്ന് വ്യക്തമായി ഏകാന്ത ജീവിതമാണല്ലോ, ബൈബിൾ വായിച്ചു. അങ്ങനെ സുവിശേഷങ്ങൾ വ്യക്തമായി വായിക്കുവാനായി തീർന്നു. അപ്പോസ്തല പ്രവൃത്തി, ലേഖനങ്ങൾ, വെളിപ്പാട് അങ്ങനെ വായിച്ച് ഞാൻ ഏറ്റവും കൂടുതൽ എൻ്റെ ഹൃദയത്തിൽ ടച്ച് ചെയ്തത് യേശു ക്രിസ്തു പറഞ്ഞ രൂപയാണ്. അവിടെ ഇങ്ങനെ പറയുന്നല്ലോ, ഒരു ലാസറും ദരിദ്രനായ മനുഷ്യനും ഒരു ധനവാനായ മനുഷ്യനും ഉണ്ടായിരുന്നു എന്ന്. ദരിദ്രനും മരിച്ചു, ലാസറും ധനവാനും മരിച്ചു. ലാസർ മരിച്ചപ്പോൾ അബ്രഹാമിന്റെ മടിയിൽ പരദേശയിൽ സന്തോഷം അനുഭവിക്കുന്നു എന്ന് നമുക്കവിടെ കാണുവാൻ കഴിയും. ധനവാൻ പാതാളത്തിൽ കിടന്ന് യാതന അനുഭവിക്കുന്ന കാണുവാൻ കഴിയും. അപ്പോൾ ചിന്തിച്ചത്, മനുഷ്യന്റെ ജീവിതം ഈ ലോകം കൊണ്ട് മാത്രം തീർന്നു പോകുന്നില്ല, ഇതിനപ്പുറം ഒരു ജീവിതമുണ്ട് എന്ന് ഞാനത് മനസ്സിലാക്കുവാനും വിശ്വസിക്കുവാനായി തീർന്നു. അങ്ങനെ പ്രിയമുള്ളവരെ, ആ സമയത്ത് ആ നിമിഷത്തിൽ തന്നെ യേശു ക്രിസ്തുവിനെ എൻ്റെ കർത്താവ് രക്ഷിതമായി സ്വീകരിച്ച് എൻ്റെ ജീവിതം യേശുവിന് വേണ്ടി കൊടുക്കുവാനായി തീർന്നു. ഹല്ലേലൂയ. യേശുവിന് വേണ്ടി കൊടുത്തപ്പോൾ ഞാൻ ആ സമയത്തൊക്കെ ഞാൻ വചനം ആർത്തിയോട് വായിക്കും. ഹല്ലേലൂയ. വായിക്കുമെന്ന് എനിക്ക് മനസ്സിലാവത്തില്ല. അപ്പോൾ ഈ ദേശത്ത് ഒരു സഹോദരൻ അവിടെ ഉണ്ട്. ആ സഹോദരൻ എന്നെ ഹല്ലേലൂയ കണ്ടുമുട്ടി. ആ സഹോദരൻ ഒത്തിരി കാസറ്റ്
കമന്റുകളൊക്കെ കൊടുത്തത് അങ്ങനെ വചനത്തിൻ്റെ പൊരുളൊക്കെ കാസറ്റിലൂടെ പ്രസംഗത്തിലൂടെ എനിക്ക് ഒത്തിരി തിരിച്ചറിവെടുക്കുന്നു. അങ്ങനെ ഞാൻ അതേ വചനത്തിൽ ഉറയ്ക്കുവാനായി തീർന്നു. അപ്പോൾ യേശുവിനെ കണ്ട ആ സമയത്ത് പ്രിയമുള്ളവരെ ഞാൻ ചിന്തിച്ചിങ്ങനെയാണ്, ഈ ലോകത്ത് എനിക്കൊന്നും വേണ്ട, ഈ ലോകത്ത് ഹല്ലേലൂയ അതേ വീടോ അതേ വസ്തുക്കളോ അതേ സമ്പത്തോ ഒന്നും വേണ്ട, യേശു മാത്രം മതി. സ്വർഗത്തിൽ അതേ പോകാൻ കഴിയുമല്ലോ, അത് സ്വർഗത്തിൽ വീടുണ്ടല്ലോ, അത് നിത്യ ആ ജീവിതത്തിലേക്ക് പോകാൻ കഴിയുമല്ലോ. മാത്രമല്ല എൻ്റെ ഭാര്യ ഇതറിയണം, എൻ്റെ ബന്ധുക്കൾ ഇതറിയണം എന്നുള്ള ആ ഒരു വെളിപ്പാട് മാത്രമേ ഉള്ളായിരുന്നു. നേരത്തെ ഞാൻ കോട്ടയം പോയപ്പോഴും ഞാനിങ്ങനെ ചിന്തിച്ചു, യേശു ക്രിസ്തുവിനെ കുറിച്ച്. അന്ന് ഞാൻ ആ സമയത്ത് യേശു ക്രിസ്തുവിനെ കുറിച്ച് എനിക്ക് പ്രസംഗിക്കണം എന്ന് മാത്രമാണ് ഞാൻ പഠിച്ചത്. എന്ന് പറഞ്ഞാൽ അനേകം വിഷയങ്ങൾ എൻ്റെ ജീവിതത്തിലുണ്ട്, എന്നാൽ അതൊന്നും ഞാൻ മാറുവാൻ പറഞ്ഞില്ല. യേശു ക്രിസ്തുവിനെ എനിക്ക് പ്രസംഗിക്കണം. ഹല്ലേലൂയ. അങ്ങനെ ഞാൻ അവിടുന്ന് മസ്കൻ പ്രദേശത്ത് രക്ഷിക്കപ്പെട്ടു. അവിടുന്ന് ഇങ്ങനെ അതേ ആ സമയത്ത് എൻ്റെ അവിടെ വെള്ളിയാഴ്ചയാണ് ആരാധനയ്ക്ക് പോകുന്നത്. ആ സമയത്ത് എൻ്റെ വൈഫിൻ്റെ ആങ്ങളെ കട നടത്തുവാണ്, സ്തോത്രം. അങ്ങനെ ആ സമയത്തൊക്കെ കട അതേ പോകാതെ ഞാൻ ആരാധനയ്ക്ക് പോകും. അങ്ങനെ അവർക്ക് അവിടെ നിൽക്കാൻ പറ്റിയില്ല. അങ്ങനെ അവിടെ നിന്ന് എന്നെ ക്യാൻസർ അടിച്ച് അതേ വിടുവാനിടയിൽ തീർന്നു. ഹല്ലേലൂയ. അപ്പോൾ ഞാൻ ആ സമയത്തൊക്കെ ഞാൻ ഒരു കടത്തീരത്തിൽ നിന്നുകൊണ്ട് ഹല്ലേലൂയ അതേ ഞാൻ ഇങ്ങനെ യേശുവിനോട് പറയും, കർത്താവേ അതേ സ്തോത്രം, ഈ ഞാൻ നാട്ടിൽ ചെല്ലുമ്പോൾ ഞാൻ എന്തും ജോലി എടുക്കാം, എന്ത് പണിയെടുക്കാം. നേരത്തെ ഞാൻ ഒരു പണിയെടുക്കാത്ത മനുഷ്യനായിരുന്നു. കർത്താവ് അങ്ങേക്ക് വേണ്ടി എന്ത് പണിയെടുക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. മാത്രമല്ല കർത്താവിൻ്റെ ഭക്തർ താമസിക്കുന്ന അടുത്തൊരു വീട് വാടകയ്ക്ക് തരണമേ എന്ന് മാത്രമാണ് ഞാൻ പ്രാർത്ഥിച്ചത്. ഹല്ലേലൂയ. അങ്ങനെ 1.5 വർഷം ആ സമയത്തായി ഒത്തിരി പടം തുണികളുമായി ഒന്നുമില്ലാതെ ഞാൻ മസ്കറ്റ് പ്രദേശത്ത് 1999 കാലയളവിൽ അതേ അവിടുന്ന് തിരിച്ചു വരോടെ തരുന്നു. അങ്ങനെ വീട്ടിൽ വന്നപ്പോൾ ഭയങ്കര പ്രശ്നം, അതേ സ്തോത്രം ഹല്ലേലൂയ, ഭാര്യ ഭയങ്കര പ്രശ്നം, ഹല്ലേലൂയ സ്തോത്രം, കുടുംബങ്ങൾ അപ്പനും അമ്മയും എല്ലാം ഭയങ്കര പ്രശ്നം. അങ്ങനെ നാട്ടിൽ നിൽക്കാൻ പറ്റാതെ എൻ്റെ ബന്ധുവിന് ഒരു സഹോദരൻ ഈ ചെറുപ്പടയുണ്ട്. അങ്ങനെ ആ സഹോദരൻ്റെ അടുത്തേക്ക് ഞാൻ കടന്നു ഇടയ്ക്ക് ഒത്തിരി ബിസിനസ്സൊക്കെ ചെയ്തതെല്ലാം ദൈവത്തിൽ താഴ്ന്നു പോയി സ്തോത്രം. അപ്പോൾ പിന്നെ എന്നെ മടക്കിക്കൊണ്ടുവരാൻ വേണ്ടി പ്രിയമുള്ളവരെ എൻ്റെ അപ്പനും അമ്മയൊക്കെ എന്ന് പറയുന്നത് കൂടുവത്തം ചെയ്യാനായി തീർന്നു. എന്ന് പറഞ്ഞാൽ പലപ്പോഴും അതേ എൻ്റെ വൈഫ് പറഞ്ഞ് എനിക്കിപ്പോഴാണ് അറിയുന്നത്, ഹല്ലേലൂയ, പാലിൽ അതേ അതിനെന്തോ പിന്നെ മന്ത്രങ്ങൾ ചെവിച്ച് എന്നെ കുടിപ്പിക്കാനായി തന്നെ കേട്ടിട്ടുണ്ട് സ്തോത്രം. എന്നാൽ പ്രിയമുള്ളവർ ഇതൊന്നും എന്നെ പിന്മാറ്റുവാൻ, യേശുവിനുള്ള സ്നേഹത്തിൽ നിന്ന് അതേ പിന്മാറ്റുവാൻ കഴിഞ്ഞില്ല. അങ്ങനെ ശേഷം എൻ്റെ ഭാര്യ എൻ്റെ കൂടെ വരുവാനിടയിൽ തീർന്നു. ഹല്ലേലൂയ. അങ്ങനെ ഞങ്ങൾ പിന്നെ 1999 2000 കാലഘട്ടത്തിൽ ഈ ദേശത്ത് കടന്നൊരു വീട് വാടകയ്ക്കെടുത്ത് ഇങ്ങനെ മുന്നോട്ട് പോയപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഞാൻ എന്ത് പണിയെടുക്കുവാൻ തയ്യാറായി യേശുവിനെ പ്രതി. അങ്ങനെ ഞാൻ 1-2 വർഷം മൈക്കാട് പണിക്ക് പോയ വ്യക്തിയായിരുന്നു. 1992 കാലയളവിൽ 120 രൂപ ശമ്പളമായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ മുന്നോട്ട് പോയി. അപ്പോൾ ആ സമയത്ത് ഞാൻ ഇങ്ങനെ ചിന്തിച്ചു, അതേ ഒരു ബിസിനസ് ചെയ്ത് കഴിഞ്ഞാൽ അതേ ഒത്തിരി കൂടെ ഒക്കെ ഒരു മെച്ചമുണ്ടായുള്ള ഒരു വ്യഗ്രതയിൽ ഞാൻ പറയുന്ന ഒരു ബിസിനസ് അതേ ചെയ്യുവാനായി തീർന്നു. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഒന്നും എനിക്കറിയത്തില്ല, എന്നാൽ വെറും അത് ഒന്നുമില്ലായ്മയിൽ നിന്നും ഹല്ലേലൂയ സ്തോത്രം വെറും 480 രൂപയിൽ നിന്ന് തുടങ്ങിയ ഒരു ബിസിനസിൻ്റെ സംരംഭം കർത്താവ് വളർത്തുവാനായി തീർന്നു. മാത്രമല്ല ഈ ദേശത്ത് താഴെ ഒരു 3 സെന്റ് വസ്തു മാത്രമേ ഉള്ളായിരുന്നുള്ളൂ. ഞാൻ പറഞ്ഞത് കാര്യം യേശുവിനെ അതേ അനുഗമിക്കുന്നവർ ഹല്ലേലൂയ ആത്മീയമായ മാത്രമല്ല ഭൗതികവും തരുമെന്നുള്ളത് ദൈവത്തിൻ്റെ വാഗ്ദത്തമാണ്. അതേ കർത്താവ് യേശു ക്രിസ്തു പറഞ്ഞു, എൻ്റെ നാമത്തെ പ്രതി, എന്നെ പ്രതി, സ്വർഗരാജ്യത്തെ പ്രതി അപ്പനെയോ അമ്മയോ നിലങ്ങളെയോ വസ്തുവകകളെയോ അതേ വിട്ടുകളഞ്ഞാൽ അതേ ഉപദ്രവങ്ങളോടുകൂടി ഈ ലോകത്തിൻ്റെ പലമടങ്ങും നിത്യജീവനും പ്രാപിക്കാൻ ആരുമില്ല എന്ന് യേശു ക്രിസ്തു പറയുവാനായി തീർന്നു.